അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ കൂട്ടുകാർക്ക് തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. വൃത്തിയുള്ള കുട്ടികളെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. കുളിച്ച് മുടിയൊക്കെ ചീകി നഖങ്ങളൊക്കെ വെട്ടി അങ്ങനെ നടക്കുന്ന കുട്ടികളെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. വൃത്തിക്ക് ഇസ്ലാം വലിയൊരു പ്രാധാന്യമാണ് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പറയാറുണ്ടായിരുന്നു, അത്തൊഹൂറു ഷത്റുൽ ഈമാൻ. വൃത്തി എന്നുള്ളത് ഈമാനിൻ്റെ പകുതിയാണ്. കൂട്ടുകാരെ, നമ്മൾ നമസ്കരിക്കാൻ പോകുമ്പോൾ 5 നേരം നമസ്കരിക്കുമ്പോൾ ഒളു എടുക്കാറുണ്ടല്ലേ. ഒളു എടുക്കുമ്പോൾ കയ്യും മുഖങ്ങളൊക്കെ നമ്മൾ കഴുകുന്നുണ്ട്. എന്തിനാണ്? എന്നും വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീടും പരിസരങ്ങളും നമ്മൾ പഠിക്കുന്ന സ്കൂളും മദ്രസകളും എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നാം എന്നും വൃത്തിയുള്ളവരായിരിക്കണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം. നമ്മൾ കഴിച്ച മിഠായി തോലുകൾ ഓരോ ഭാഗത്ത് ഇടാതെ അത് വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. വളരെ വൃത്തിയുള്ള കുട്ടികളായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.